ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പയർ കൊണ്ടൊരു ഫ്രൈ ആയാലോ? ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല ഒരു കുഴമ്പ് പരുവത്തിന് നല്ലതുപോലെ കുഴഞ്ഞു വരണം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. ഇതിലേക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന വള്ളിപ്പയർ ആഡ് ചെയ്യാം. വള്ളിപ്പയറും ആഡ് ചെയ്ത് അതിലേക്ക് ഈ മസാല എല്ലാം വള്ളിപ്പയറിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് നേരം അതിൽ ഉപ്പ് പിടിക്കാൻ മാറ്റി വെച്ചിരുന്നു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന പയർ അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ മുരിച്ചെടുക്കണം. തിരിച്ചു മറിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുരിച്ചെടുക്കുമ്പോഴത്തേക്ക് പയർ ഫ്രൈ ഇവിടെ തയ്യാറാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതാ ഇങ്ങനെ മൂത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നന്നായി മൂത്ത് വരുമ്പോൾ പയറെല്ലാം നല്ല വെന്ത് നല്ല ക്രിസ്പിയായി വരും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ പയർ ഫ്രൈ ഇവിടെ തയ്യാറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ മക്കളിത് സ്നാക്സ് പോലെ അവർ കോരി കഴിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സ്നാക്സ് പോലെ കഴിക്കാൻ സൂപ്പറായിരുന്നു. ഒരു തേയിലയും പയർ ഫ്രൈയും അടിപൊളി. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പയർ ഫ്രൈയും ഞാൻ നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നോക്കിയേ. എല്ലാവരും ചെയ്തു നോക്കുക. ഭംഗി പോലെ തന്നെ ടേസ്റ്റും ഏറെയാണ്. ചെയ്തു നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക്